തമ്പുരാൻ ഇറക്കിത്തന്ന ദൂതനാ. എപ്പോഴും അങ്ങോട്ടൊരു സ്വപ്നം പോലെയാണ് നമുക്ക്. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊരു സ്വപ്നമായിരുന്നു എന്ന്. എനിക്ക് എന്തെങ്കിലും സാറിനെ കാണണം അതിയായ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. നാടിന് നന്മ ചെയ്യാനുള്ള പൊന്നുമോനെ തിരിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥന, എല്ലാവരുടെ പ്രാർത്ഥനയും കേട്ട് നോയമ്പോളും നീയത്താക്കി എല്ലാം ചെയ്ത്. സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച്. എൻ്റെ മകൻ്റെ ചികിത്സാ ചെലവ് പടച്ചോനെ ഏൽപ്പിച്ചിരുന്നത് യൂസഫലി സാറിനെയാണ്. അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് തരാൻ നിയോഗിക്കപ്പെട്ടതാണ്. അതാണ് പുള്ളി അവിടെ വരാനുള്ള പ്രധാന കാരണവും. സാറിൻ്റെ ആയുസ്സിന്, ദീർഘായുസിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഞങ്ങൾ എപ്പോഴും ഓരോ നിമിഷവും ദുആ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി ഒരുപാട് പേർക്ക് സാറിൻ്റെ സഹായം, ദയാകാരുണ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. അതെ, സാറിൻ്റെ കാലിൽ ഒരു മുള്ളു പോലും, ഒരു പോറൽ പോലും വെക്കരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന. കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി. മരണത്തിൻ്റെ പടിവാതിലിൽ നിന്നും രണ്ടാം ജന്മം പോലെയാണ് മുഹമ്മദ് സഫ്വാൻ്റെ തിരിച്ചുവരവ്. കൊല്ലം കരിക്കോട് സ്വദേശി മുഹമ്മദ് സഫ്വാൻ എന്ന 14-കാരനെ എല്ലാവർക്കും നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് ദൈവദൂതനെ പോലെ MA യൂസഫലി എന്ന വലിയ മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കരുണയിലൂടെ സഫ്വാൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വന്നത് അവൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ബന്ധുക്കൾക്കും ഒട്ടും വിശ്വസിക്കാനായിട്ടില്ല. ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അലട്ടിയിരുന്ന സഫ്വാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുക ഡോക്ടർമാർക്കും വലിയ വെല്ലുവിളിയായിരുന്നു. ഇതിനാവശ്യമായ ഇഗ്മോ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ചിലവ്. വാടകയ്ക്ക് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ തുക സ്വപ്നം പോലും കാണാനാവാത്ത അവസ്ഥ. അപ്പോഴാണ് മകനെ ചികിത്സിച്ചിരുന്ന കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ജീവനക്കാരൻ്റെ ബന്ധുവിനെ കാണാനായി യൂസഫലി സാഹിബ് ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലെത്തുന്നത്. ബന്ധുക്കളുടെ വിഷമം കണ്ട് കൂട്ടുകാരിലൊരാളാണ് യൂസഫലി സാറിനോട് പറഞ്ഞു നോക്കാൻ പറയുന്നത്. ബന്ധുക്കൾ പലതവണ ശ്രമിച്ചെങ്കിലും യൂസഫലി സാറിനെ കാണാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഹെലികോപ്റ്ററിൽ കയറും മുമ്പ് സഫ്വാൻ്റെ മാതാവ് അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടും തൻ്റെ മോനെ രക്ഷിക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പോവുകയായിരുന്നു. ആ വിളി ആ വലിയ മനുഷ്യൻ കേട്ടു. മാതാവിനെ അടുത്ത് വിളിപ്പിച്ച് കാര്യം തിരക്കി. പിന്നീടുണ്ടായത് ആ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രി ചിലവായ 18 ലക്ഷം രൂപയാണ് ദൈവദൂതനെ പോലെ എത്തിയ ആ വലിയ മനുഷ്യൻ നൽകി സഫ്വാനെ ആരോഗ്യവാനായി ആ കുടുംബത്തിന് തിരികെ നൽകിയത്. യൂസഫലി സാറിനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് കാണുന്നത്. മോനിക്ക് ഇത് കണക്ക് എക്മോ ട്രീറ്റ്മെൻറ്റ് വേണമെന്നും പറഞ്ഞ് നമ്മളെ അന്ന് ഒരു തലേന്ന് രാത്രി 12 മണിക്ക് മോനെ കണ്ടീഷൻ കണക്ക് വളരെ മോശമാണെന്ന് പറഞ്ഞ് അറിയിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യമേ അവർ ഇതിനെപ്പറ്റി ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. 5 ദിവസം മോൻ വെൻറ്റിലേറ്ററിലാണ്. 5 ദിവസം വെൻറ്റിലേറ്റർ ആയിരുന്നു. പക്ഷേ അപ്പോൾ ഒരു റിക്കവറായി വരുന്നില്ല. കുഞ്ഞിന് ഓക്സിജൻ വേണ്ടത്ര ഉള്ളിലോട്ട് ചെല്ലുന്നില്ല. അപ്പോൾ ലെങ്സ് ചുരുങ്ങിയിട്ട് ആ ഒരു കണ്ടീഷനായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കൊണ്ട് കുഞ്ഞിൻ്റെ ബോധം പോകുന്നുണ്ട്. ഇടയ്ക്കൊരു സഡേഷൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാ കഴിയുന്നത് അവർ എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെ നോക്കിക്കൊണ്ടിരുന്നത്. മോനെ അന്നത്തെ ദിവസം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 500 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തൊരവസ്ഥയായിരുന്നു. അതാണ് ശരിക്കും ഞാൻ മോനെ അന്ന് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി. പക്ഷേ മോൻ്റെ കണ്ടീഷൻ ഞാൻ അറിഞ്ഞില്ല. പഠിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ നിന്ന് അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഈ ശരിക്കും ആ ട്രീറ്റ്മെൻറ്റ് എക്മോയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് ആയി എല്ലാം സൈൻ ചെയ്ത് കൊടുത്ത് അന്നത്തെ ദിവസം അപ്രതീക്ഷിതമായിട്ടാണ് യൂസഫലി സാറോടെ എത്തുന്നത്. അപ്പം ഞാൻ ഇത് കണക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് വന്നിരുന്നപ്പം ഞാൻ പറഞ്ഞ സഫ്വാൻ്റെ കാര്യം, മോൻ്റെ കാര്യം നമുക്ക് സാറിനോട് പറഞ്ഞാലോ. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ കണക്ക് എൻ്റെ ഖുർആൻ പഠിക്കുന്ന മോനാണ്, 5 ദിവസമായിട്ട് വെൻറ്റിലേറ്ററിലാണ് സാറേ എന്ന് പറഞ്ഞു തുടങ്ങിയത്. സാറിനെ ശ്രദ്ധിച്ച് ഞാൻ ബാക്കി പറയാൻ തുടങ്ങിയ സെക്യൂരിറ്റി തന്നെ ഇപ്പം പറ്റില്ല ഒരു കാര്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ആകെ അപ്സെറ്റായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയി. സാറിൻ്റെ മുന്നിലെത്തിയിട്ട് നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുന്ന സാറ് ഒരു വണ്ടി വരുന്ന അടുത്ത വണ്ടി ഞങ്ങളുടെ സാറേ ഈ സൗണ്ട് പോലും ഇല്ലായിരുന്നു എനിക്ക്. ആകെ എൻ്റെ ശരീരം മൊത്തം വിറച്ച് ഞാനിങ്ങനെ നിൽക്കുക, പതറിപ്പോയാകെ. കാര്യം ഇവനെ എങ്ങനെയും ഞങ്ങൾക്ക് വേണം, ഇവനില്ല ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളെ പൊന്നു മോനെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക്. അങ്ങനെ അപ്പോഴത്തേക്ക് സാറെന്ന് വിളിക്കുന്നില്ല, സാറ് കേൾക്കുന്നില്ല, ക്ലാസ് ഇട്ടിരിക്കുകയല്ലേ. അപ്പം ഷജീർക്ക് കണക്ക് ലാസ്റ്റ് സാറ് ഹെലികോപ്റ്ററിലോട്ട് കയറാൻ തുടങ്ങിയ സമയത്ത് സാറേ എന്നൊന്ന് വിളിച്ച്, സാറേ ഖുർആൻ പഠിക്കുന്ന എൻ്റെ പൊന്നു മോനെ സാറേ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞ് വിളിച്ച്. ആ സമയത്ത് ഞങ്ങൾ സാറും അവിടെ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും സാറ്. കാര്യം ഞങ്ങൾ കാണാതെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത് ശരിക്കും ഭയങ്കര നിരാശയായി പോയേനെ. അപ്പം സാറ് പറഞ്ഞു അതിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഞാൻ ചെന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് സാറ് വെച്ച് എന്താ, ഞാൻ പറഞ്ഞു എനിക്ക് ഖുർആൻ പഠിച്ചു കൊടുത്ത മോനെ 23 ദിവസം പൂർത്തിയായ മോനെ, പെട്ടെന്ന് എനിക്ക് ശ്വാസം വിട്ട് വന്ന് മോനിക്ക് 5 ദിവസമായിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു, ഇപ്പോൾ എക്മോ ട്രീറ്റ്മെൻറ്റ് വേണമെന്നാണ് പറയുന്നത്. സാറ് പറഞ്ഞ് വിഷമിക്കേണ്ട, ഞാൻ എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. സാറത് പറഞ്ഞെങ്കിലും
എനിക്ക് ഇത്രയും സാറ് പറഞ്ഞു, പക്ഷേ നമ്മുടെ ഫുള്ള് മൊത്ത ചിലവ് എൻ്റെ പൊന്നുമോനയ്ക്ക് വേണ്ടിയുള്ള മൊത്ത ചിലവ് സാറ് ഏറ്റെടുക്കുന്നത് ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തെങ്കിലും ഒരു സഹായം നമ്മൾ വിചാരിച്ചോളൂ. പക്ഷേ അന്ന് പോലുള്ള എല്ലാ ചിലവുകളും സാറ് തന്നെ ഏറ്റെടുത്ത് അവനെ ഈ നിലയിൽ എനിക്ക് കിട്ടി. എൻ്റെ പൊന്നുമോനെ എനിക്ക് കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല, ഇവനെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഈ നാട് മൊത്തം അവനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അവനെ ഞങ്ങൾക്ക് അതുപോലെ തിരിച്ചു വന്ന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എപ്പോഴും അങ്ങോട്ട് ഒരു സ്വപ്നം പോലെയാണ് നമുക്ക്. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊരു സ്വപ്നമായിരുന്നു എന്നുള്ളത്. എന്നുവെച്ചാൽ അന്നത്തെ ദിവസം എന്ന് പറയുന്നൊരു ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എന്ന് വെച്ചാൽ അന്നേരം എനിക്ക് അങ്ങോട്ട് പോകണമെന്നും തോന്നി. ഇവളടുത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു സാറിങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ ഇവളെങ്ങനെ എടുക്കും, എനിക്ക് പറയണമെന്നുണ്ട്. നമുക്കൊന്ന് ചോദിച്ചാൽ ഇവളെങ്ങനെ അത് എടുക്കും. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കാലൊക്കെ വിറയ്ക്കുമായിരുന്നു. എന്താ വേണമെന്നറിയാൻ സാറിന് ഇനി കാണാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു ഇതായിപ്പോയി. അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ആ സെക്യൂരിറ്റിയോട് ഞങ്ങൾ പറയുന്നു, സാറേ ഞങ്ങൾ തടയരുത്, ഞങ്ങൾക്ക് ഇതൊന്ന് സാറിൻ്റെ ചെവിയിലൊന്ന് എത്തിക്കണം. എൻ്റെ പൊന്നുമോൻ്റെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ മൂത്ത മോളുടെ പ്രായമാണ്, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറും. ആ സെക്യൂരിറ്റി വേണ്ട സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പറ്റുമെന്ന് തോന്നിയില്ല. ശ്രമിച്ചു. ദൈവത്തോട് നന്ദി പറയുന്ന തീരാത്ത കടപ്പാട് സാറിനോടും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരെ കുടുംബത്തോടും അവൾക്ക് തന്നെ പോയി അത് മൊത്തം അവതരിപ്പിക്കുമോ എന്നുള്ളൊരു സൗണ്ടും ഇല്ല. ഇവള് മൊത്തം ഇവളാണെങ്കിൽ ഓരോ നിമിഷവും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയടി എനിക്ക് പറ്റുന്നില്ല, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അന്നേരം ഞാൻ പറയടി മനസ്സിന് ധൈര്യം കൊടുത്തേ പറ്റത്തുള്ളൂ, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അപ്പം നീ തന്നെ ഇത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ, അപ്പം മനസ്സിന് ധൈര്യം കൊടുക്കുക, ദൈവം നമ്മളെ കൈവിടത്തില്ലെന്ന് എപ്പോഴും ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതേപോലെ ദൈവമായിട്ട് എത്തിച്ചേ ആയിരിക്കാം. ഞങ്ങൾ മാത്രമല്ല, ഞാനായാലും എൻ്റെ മക്കളായാലും അവനെ സ്നേഹിക്കുന്ന എല്ലാവരും എപ്പോഴും നിസ്കാരത്തിലെല്ലാം സാറിന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചുകൊണ്ട് തന്നേത്, ഞങ്ങളെ കൈവിട്ട് പോകുമെന്ന് പറയുന്നൊരു ആളായത്. ഡോക്ടേഴ്സും എല്ലാം ആർക്കും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർക്കും പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ, മറ്റ് ചാൻസുകളുണ്ടല്ലോ, റിസ്ക്കുകളെ പറ്റി അവർ പറഞ്ഞ്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് അവനെ കിട്ടി. അന്നത്തെ ദിവസവും അതിൻ്റെ 2 ദിവസം ഞങ്ങൾ എല്ലാവരും ഒരു വല്ലാത്ത മാനസിക സംഘർഷാവസ്ഥയിലായിരുന്നു. ഭീമമായ വരുന്നൊരു ചികിത്സാ രീതിയാണത്. അതിങ്ങനെ മനസ്സിൽ വളരെയധികം വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ യൂസുഫ് അലി സാറിൻ്റെ വരവ്. അതും ആ ഹോസ്പിറ്റലിൽ തന്നെ. അത് ഈ കുടുംബത്തിനും ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ ആശ്വാസമായി. അതിന് അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി. ഇത്രയും വലിയൊരു ചിലവ് ഈ കുടുംബത്തിന്, വാടകയ്ക്ക് താമസിക്കുന്ന ഈ കുടുംബത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ അദ്ദേഹത്തിന് ദീർഘായുസ് നൽകി ഒരുപാട് പേർക്ക് സാറിൻ്റെ സഹായം, ദയാകാരുണ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. തമ്പുരാൻ ഇറക്കിത്തന്ന ദൂതന അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിച്ചു. എന്നാൽ ആ സമയം വരെ രാവിലെ അവിടെ യോഗം കൂടിയെന്ന് പറഞ്ഞപ്പോഴേ വാപ്പ വിളിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, സ്റ്റാർട്ടിങ് 12 ലക്ഷം എന്ന് പറഞ്ഞാൽ 12 പൈസ എടുക്കാനില്ല, നിവൃത്തിയില്ലാത്ത സമയം, ചിന്തിക്കാൻ പോലും. ഇവനും വാടകയ്ക്ക് ഇരിക്കില്ല, നമുക്ക് ആർക്കും, എല്ലാവരും വാടക തന്നെ കിടക്കുന്നവരാ, നമുക്ക് എതിയില്ലല്ലോ. അന്നേരം ഇങ്ങനെ ഇതുകൂടെ വന്നപ്പം പടച്ചവൻ്റെ പരീക്ഷണങ്ങൾ നേരിടാനുള്ള കഴിവ് അല്ലാഹു തന്ന്. പടച്ചവനെ ആ മനുഷ്യനെ ഇവിടെ ഇരുന്നാലും ദീർഘായുസ് കൊടുത്ത് 100 കാലം ജീവിച്ചിരിക്കാനുള്ള ആയുസ് നീട്ടി കൊടുക്കട്ടെ. എത്രയോ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ മാത്രം കഴിവുള്ളൊരു മനുഷ്യനില്ലയോ. ഞാൻ ഇപ്പം എല്ലാം എനിക്ക് സുഖമായി. എനിക്ക് എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പൈസ തന്ന് സഹായിച്ച യൂസുഫ് അലി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അദ്ദേഹത്തിന് അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സോടെ തന്നെ ഇടയിക്കട്ടെ. എനിക്ക് എന്തെങ്കിലും സാറിനെ കാണണം അതിയായ ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അത് കാണാൻ പറ്റട്ടെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം നടന്നെന്ന്. പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു ഉമ്മയെടുത്ത്, ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ആ സാറിനെ എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ദൈവമായിട്ട് തന്നെ, പടച്ചവനായിട്ട് തന്നെ കൊണ്ട് എത്തിച്ചതാ മുന്നിൽ. ഇവിടെ ഇങ്ങനെ നേരി ഒരു ചലനം മാത്രം. ഇത്രയെല്ലാം തമ്പുരാനോട് തേടി പടച്ചവനെ, ഇത്രയും പഠിച്ച് ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങൾ എന്തിനാ ഈ ലോകത്ത്? നാടിന് നന്മ ചെയ്യാനുള്ള പൊന്നുമോനെ തിരിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥന, എല്ലാവരുടെ പ്രാർത്ഥനയും കേട്ട് നോയമ്പോളും നീയത്താക്കി എല്ലാം ചെയ്ത് തമ്പുരാൻ അല്ലാഹു പടച്ചവനെ ആ മനുഷ്യൻ്റെ കുടുംബത്തിനും അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ദീർഘായുസ്സും കൊടുത്ത് നന്മകൾ വാരിച്ചോരി വർദ്ധിച്ചു കൊടുക്കട്ടെ. ഇത്രയും സഹായം ചെയ്ത് ഞങ്ങളുടെ മോനെ നമുക്ക് കിട്ടും. ജാതിയില്ലാത്തവരൊക്കെ എത്ര പ്രാർത്ഥനകൾ നടത്തി, ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ നടത്തി, എല്ലാവരും ഇവന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പേര് കേൾക്കുമ്പോൾ
എല്ലാവരും അങ്ങ് അസ്തമിക്കുക. അതുപോലെ എൻ്റെ പൊന്നുമോനെ തിരിച്ചു തന്ന ആ സാറിന് അള്ളാഹു അവൻ്റെ ആഗ്രഹം കണ്ട ആ സാറിനെ ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹം. പാപ്പ പറയുമായിരുന്നു തിരിച്ചൊരു നല്ലൊരു വാക്ക് സാറിന് എത്തിക്കാൻ ഈ മോനെ കൊണ്ടത് കഴിയട്ടെ, ഇനി ഒരാപത്തും വരാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആ സാറിന് നന്മകൾ കോരി ചൊരിഞ്ഞ് ആയുസ്സും നീട്ടി കുടുംബത്തെ തമ്പുരാൻ സംരക്ഷിക്കട്ടെ. നമുക്ക് അതേ പറയണം, തന്ന ആ സഹായം അള്ളാഹു ഇറക്കി തന്നതാ മനുഷ്യനെ. അതെന്താ എങ്ങനെയാ പറയണ്ടത്, അത്ഭുതകരമാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ അത് എൻ്റെ മകൻ്റെ, നേരത്തെ ഞാനൊരു മഹാനായ വ്യക്തിയെ കണ്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എൻ്റെ മകൻ്റെ ചികിത്സാ ചെലവ് പടച്ചോനെ ഏൽപ്പിച്ചിരുന്നത് യൂസഫലി സാറിനെയാണ്, അദ്ദേഹം അവിടെ കൊണ്ടുവന്ന് തരാൻ നിയോഗിക്കപ്പെട്ടതാണ്, അതാണ് പുള്ളി അവിടെ വരാനുള്ള പ്രധാന കാരണവും. നമ്മളെ കാണിക്കാതെ നമ്മളെ അറിയിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ടിട്ടുള്ളതിൽ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ ഞാൻ പോലും അറിയാതെ അതിനകത്ത് ഇടപെട്ടു. സാമ്പത്തിക ചെലവ് മാത്രമല്ല, ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ പോകാൻ നമ്മളതിനുള്ള സാമ്പത്തിക അവസ്ഥ ഒന്നുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചികിത്സയുടെ സാമ്പത്തികം അവർ ഏറ്റെടുത്ത് നടത്തത് മാത്രമല്ല, ഓരോ ദിവസവും ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ വിളിച്ച് യൂസഫലി സാറിൻ്റെ മാനേജർമാർ വിളിച്ച് അന്വേഷിച്ചു. അത്രയും ഒരു പ്രയോറിറ്റി കൊടുത്തു. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴും, മോനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം എല്ലാ ഡോക്ടേഴ്സ് ആവട്ടെ യൂസഫലി സാറിൻ്റെ അത്ര കെയർ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ഇനി അവനിലൂടെ യൂസഫലി സാർ വഴി അവനിലൂടെ ഞങ്ങൾ അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തി. ഇപ്പോഴും ഒരു മായിക ലോകത്താണ്. അത് ശരിക്കും പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് സംഭവിച്ചതാണോ സ്വപ്നം കാണുമെന്ന് ഇപ്പോഴും അങ്ങോട്ട് ഓർക്കാൻ മനസ്സടറിപ്പോകുന്ന രംഗങ്ങളാണ്. വലുതായിട്ട് അതിനെപ്പറ്റി ഓർക്കാൻ പറ്റുമെങ്കിലും ഇപ്പോൾ അവനെ ഒന്ന് സൂക്ഷിച്ചെടുക്കണം. അവരായിട്ട് ഇത്രയും ബുദ്ധിമുട്ടി ഒരുപാട് പേര് പരിശ്രമിച്ച്, ഡോക്ടേഴ്സായാലും അത്രയും പരിശ്രമിച്ച് കൊണ്ടു തന്നത്, ഇനി അവനെ അത് നോക്കിയെടുക്കുക. ഇനി അവൻ്റെ ഒരു സെക്യൂരിറ്റി പോലെ നമുക്കാവുന്നുള്ളൂ.